എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ലെസണിൻ്റെ നോട്ട്സാണ്. പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിൽ ലാസ്റ്റ് 15 മുതൽ 27 വരെയാണെന്ന് തോന്നുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? അപ്പോൾ ആരാണ് ഫ്രാൻസിസ്? അയാളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഫ്രാൻസിസ് ഇസ് ദ ബ്രദർ ഓഫ് മാഗി ആൻഡ് സൺ ഓഫ് മിസ്സസ് ക്ലിഫോർഡ്. അപ്പോൾ ഫ്രാൻസിസ് എന്ന് പറയുന്നത് മാഗിയുടെ ബ്രദറാണ്, ക്ലിഫോർഡിൻ്റെ മകനാണ്. ഫ്രാങ്ക് ഇസ് ഹിസ് അനദർ നെയിം. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, അത് ഫ്രാങ്ക് എന്നാണ്. മാഗി ആൻഡ് ഹെർ മദർ ലവ് ഹിം ഡീപ്ലി. മാഗിയും അമ്മയും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഹി വർക്ക്സ് ഇൻ പഞ്ചാബ് ഇൻ ദ റെജിമെൻറ്റ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ. സോ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ ആ ഒരു റെജിമെൻറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്, പഞ്ചാബിലാണ്. ഹീ ഈസ് ലവബിൾ. സെൻറ്റ് മാഗി എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഓഫ് ഷിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൈൻ കൺട്രി. അപ്പോൾ അദ്ദേഹം വളരെ ലവബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാഗിക്ക് ഷിംല എന്നുള്ള കൺട്രിയിലെ പിക്ചേഴ്സൊക്കെ ഉള്ളൊരു ബുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് ലിറ്റിൽ ബിറ്റ് സൂപ്പർസ്റ്റീഷ്യസ്. സൂപ്പർസ്റ്റീഷ്യസ് മീൻസ് അന്ധവിശ്വാസി. അപ്പം കുറച്ചൊക്കെ അന്ധവിശ്വാസങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹീ സെൻഡ് എ ക്രിസ്റ്റൽ റിംഗ് ടു ഹർ. അവൾക്ക് ഒരു ക്രിസ്റ്റൽ റിംഗ് കൊടുത്തു. ഹീ സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ് ഗിവൻ ടു ഹിം ബൈ എ യോഗി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇതൊരു മാജിക്കൽ റിംഗ് ആണ്, ഇത് അദ്ദേഹത്തിന് കൊടുത്തത് ഒരു യോഗിയാണെന്ന് പറഞ്ഞു. ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ഫാർ അവേ ഹി ക്യാൻ സീ ദ പേഴ്സൺ. അപ്പോൾ ആരെങ്കിലും ഒരാൾ ആ ഒരു ക്രിസ്റ്റലിലൂടെ ദൂരെയുള്ളൊരു വ്യക്തിയെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാഗി ആൻഡ് മിസ്സസ് ക്ലിഫോർഡ് ഓഫൺ ലുക്ക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ് ബട്ട് ദെൻ നെവർ സോ ഫ്രാൻസിസ്. എന്നാൽ മാഗിയും അതുപോലെ മാഗിയുടെ അമ്മയായ മിസ്സസ് ക്ലിഫോർഡും എപ്പോഴും ആ റിങ്ങിലൂടെ നോക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അവർ ഫ്രാൻസിസിനെ കണ്ടില്ല. ബോത്ത് ആർ ആങ്ഷ്യസ് എബൌട്ട് ഹിം. രണ്ടുപേരും അദ്ദേഹത്തെ പറ്റി ആങ്ഷ്യസ് ആയിരുന്നു. In the last part of the story, we can understand that Francis was killed in the war and was buried at Fort Monroe near Dera Khasi Khan, India. പക്ഷേ ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രാൻസിസ് മരിച്ചു പോയിരുന്നു. അദ്ദേഹം ഒരു യുദ്ധത്തിലാണ് മരിച്ചത്. അദ്ദേഹത്തെ ഫോർട്ട് മൺട്രോയിൽ ദേരാ ഖസി ഖാനിനടുത്ത് അദ്ദേഹത്തിന് അടക്കം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിസ് ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രാൻസിസ് എത്രത്തോളം മാഗിയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ ഓർക്കേണ്ട ഫ്രാൻസിസ് ആരാണ്? മാഗിയുടെയും അതുപോലെ മാഗിയുടെ ബ്രദറും മിസ്സസ് ക്ലിഫോർഡിൻ്റെ സണ്ണുമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, അത് ഫ്രാങ്ക് എന്നാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ മാഗിയും അതുപോലെ തന്നെ അമ്മയും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹവും ഒരുപാട് ലവബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് മാഗിക്ക് ഒരു ബുക്ക് അയച്ചു കൊടുത്തത്. അതിൽ ഷിംല എന്നുള്ള കൺട്രിയിലെ പിക്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റി, അയാൾ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിരുന്നു, കുറച്ച് അന്ധവിശ്വാസിയായിരുന്നു. ഒരു ക്രിസ്റ്റൽ റിംഗ് അയച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്? അതൊരു യോഗി കൊടുത്തതാണ്, അതൊരു മാജിക്കൽ റിംഗ് ആണ്. ആ ഒരു റിങ്ങിലൂടെ നോക്കിയാൽ, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ റിങ്ങിലൂടെ നോക്കിയാൽ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ആ റിങ് മാഗിക്കും അമ്മയ്ക്കും കൊടുക്കുന്നത്. പക്ഷേ മാഗിയും അമ്മയും ആ റിങ്ങിലൂടെ നോക്കിയിട്ട് ഇവരെ ഫ്രാൻസിസിനെ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ പറയണം. ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറിയിൽ ഫ്രാൻസിസ് മരിച്ചതായിട്ട് പറയുന്നു, അതും നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നിങ്ങൾ പറയാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സൂപ്പർസ്റ്റീഷ്യൻസ്? ഡു യു ബിലീവ് ഇൻ എനി? അപ്പം എന്താണ് സൂപ്പർസ്റ്റീഷ്യൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? A superstition is a belief or practice typically resulting from ignorance and it is a belief in magic and supernatural influence. അപ്പം എന്താണ് സൂപ്പർസ്റ്റിഷൻ? എന്താണ് അന്ധവിശ്വാസം? അത് ശരിക്കും ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ്. അതായത് എപ്പോഴും നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതായത് മാജിക്കിലോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലോ, അതായത് നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങൾ, ഭൂതം, പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലുള്ള വിശ്വാസത്തെയാണ് സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതിൽ നിന്നൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. സൂപ്പർസ്റ്റിഷ്യൻസ് ആർ ഓഫൺ കണക്റ്റഡ് വിത്ത് റിലീജിയസ് ബിലീഫ്. സൂപ്പർസ്റ്റിഷൻ എപ്പോഴും മതവുമായിട്ട് കണക്റ്റഡ് ആണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി. സോ ഡു യു ബിലീവ് ഇൻ എനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? നോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി. ഐ ബിലീവ് ഇൻ ഗോഡ് ബട്ട് നോട്ട് ഇൻ സൂപ്പർസ്റ്റിഷ്യൻസ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ സൂപ്പർസ്റ്റിഷ്യൻസിൽ വിശ്വാസമില്ല. ഇറ്റ് ഈസ് എ വെരി ബാഡ് തിങ്. അത് വളരെ ബാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ,
ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് വിച്ച് ടച്ച്ഡ് ദ നറേറ്റർ ഡീപ്ലി. ഏത് ഇൻസിഡൻ്റാണ് നറേറ്ററിനെ വളരെ ഡീപ്ലി ടച്ച് ചെയ്തത്? വൈൽ വിസിറ്റഡ് മാഗീസ് ഹോം നറേറ്റർ സോ എ വയലിൻ. അപ്പോൾ മാഗിയുടെ വീട് സന്ദർശിച്ചപ്പോൾ നറേറ്റർ ഒരു വയലിൻ കണ്ടു. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് മാഗി ലേൺഡ് ടു പ്ലേ സം സോങ്സ് വിത്ത് ഹെർ ഓൺ എഫേർട്ട്. അദ്ദേഹത്തിന് മനസ്സിലായി മാഗി തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയോ ആണ് ആ വയലിൻ പഠിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഫ്രം ആൻ എക്സ്പീരിയൻസ്ഡ് ടീച്ചർ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറിൽ നിന്ന് വയലിൻ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മാഗിക്ക് കിട്ടിയിരുന്നില്ല. ഷീ കുഡ് നോട്ട് ഗോ ടു ലേൺ വയലിൻ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മണി. അപ്പോൾ വയലിൻ പഠിക്കാൻ പോകാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? അവളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഹർ മദർ ടെൽസ് എ നറേറ്റർ ദാറ്റ് ഇഫ് എവർ ദെയർ സർക്കംസ്റ്റാൻസസ് ഇംപ്രൂവ്ഡ് ഷീ വുഡ് സെൻഡ് മാഗി ടു ഹാവ് വയലിൻ ക്ലാസ്സസ്. അപ്പോൾ നറേറ്ററിന് മിസ്സിസ് ക്ലിഫോർഡിൽ നിന്ന് അല്ലെങ്കിൽ മാഗിയുടെ അമ്മയിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, അവർക്ക് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ, അവർക്ക് സാഹചര്യങ്ങൾ ഒക്കുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മാഗിയെ വയലിൻ ക്ലാസ്സിന് വിടും എന്ന് ആ സ്ത്രീ ആരോട് പറഞ്ഞു? നമ്മുടെ നറേറ്ററിനോട് പറഞ്ഞു. ദിസ് ഇൻസിഡൻറ്റ് ഡീപ്ലി ടച്ച് നറേറ്റർ. ഈ ഇൻസിഡൻ്റാണ് നറേറ്ററിനെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ടച്ച് ചെയ്ത ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ വാസ് മാഗി അൺഏബിൾ ടു ഗോ ടു വർക്ക്? എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരുന്നത്? മാഗി വാസ് അൺഏബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഹെർ മദർ വാസ് സീരിയസ്ലി ഇൽ. എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാൻ പറ്റാതിരുന്നത്? അമ്മ വളരെ സീരിയസ്ലി ഇല്ലായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാഗിക്ക് പോകാൻ പറ്റാതിരുന്നത്. Why did Mr. Gupta take some money with him when he went to see Mrs. Clifford? എന്തുകൊണ്ടാണ് മിസ്സസ് ക്ലിഫോർഡിനെ കാണാൻ പോയപ്പോൾ മിസ്റ്റർ ഗുപ്ത കുറച്ച് പണം കയ്യിൽ കരുതിയിരുന്നത്? Though Maggie had not asked for any financial help, the narrator know that Maggie had not gone for work for a week and in financial trouble. സോ മാഗി നമ്മുടെ നറേറ്ററിനോട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒന്നും ചോദിച്ചിരുന്നില്ല എങ്കിൽ പോലും നറേറ്ററിന് മനസ്സിലായൊരു കാര്യം, ഒരാഴ്ചയായിട്ട് മാഗി ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഫിനാൻഷ്യൽ ട്രബിളിലായിരിക്കും എന്ന് നറേറ്ററിന് മനസ്സിലായി. ദാറ്റ് ഈസ് വൈ മിസ്റ്റർ ഗുപ്ത ടുക്ക് സം മണി വിത്ത് ഹിം വെൻ ഹി വെൻ ടു സീ മിസ്സസ് ക്ലിഫോർഡ്. അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത കുറച്ച് പണം കയ്യിൽ കരുതിയത് ക്ലിഫോർഡിനെ കാണാൻ പോയപ്പോൾ, അതായത് ഇവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Why did Mr. Gupta and Maggie tiptoe into the sitting room? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയും മാഗിയും സിറ്റിംഗ് റൂമിൽ തന്നെ മാറി നിന്നത്? അപ്പോൾ ടിപ്റ്റോ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാറി നിൽക്കുക അല്ലെങ്കിൽ സൈലൻ്റായിട്ട് മാറുക, രഹസ്യം പറയുക, അങ്ങനെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി tiptoed into the sitting room because Maggie wanted to talk to him in private about her brother and her mother's condition. അപ്പോൾ മാറി നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാഗിക്ക് ഇദ്ദേഹത്തിനോട് കുറച്ച് രഹസ്യം പറയണമായിരുന്നു. തൻ്റെ ബ്രദറിനെ പറ്റിയിട്ടും അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സൈലൻ്റായിട്ട് മാറി നിന്നത്. വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? എന്ത് റിക്വസ്റ്റാണ് മാഗി മിസ്റ്റർ ഗുപ്തയോട് പറഞ്ഞത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തത് എന്താണ്? ആൻസർ നോക്കാം. Mother kept saying to Maggie that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. അമ്മ എപ്പോഴും മാഗിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു മിസ്റ്റർ ഗുപ്ത വരികയും ആ ഒരു ക്രിസ്റ്റലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മാഗിയുടെ ബ്രദറിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷീ ബിലീവ്ഡ് ദാറ്റ് മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, സോ ഹി ക്യാൻ ഈസിലി ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്ക് വെദർ ഹീ ഈസ് എലൈവ് ഓർ നോട്ട്. അവർ വിശ്വസിക്കുന്നൊരു കാര്യം, മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് വളരെ ഈസി ആയിട്ട് ആ ക്രിസ്റ്റലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും എന്നുള്ളതാണ്. ഹെർ മദർ വാസ് സീരിയസ്ലി സിക്ക് ആൻഡ് ഹെർ സിക്നെസ് ഇസ് ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ഹെർ വെറീസ് എബൌട്ട് ഫ്രാങ്ക്. സോ അമ്മ വളരെ സിക്കായിരുന്നു, സീരിയസ്ലി ഇല്ലായിരുന്നു. ആ ഇൽനെസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു? അവരുടെ ഫ്രാങ്കിനെ പറ്റിയിട്ടുള്ള വിഷമങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു അമ്മയ്ക്ക് അസുഖം ഉണ്ടായത്. ഇഫ് മിസ്റ്റർ ഗുപ്ത ടെൽസ് ഹെർ ദാറ്റ് ഫ്രാങ്ക് ഇസ് എലൈവ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഹെർ ടു റിക്കവർ. അപ്പോൾ മിസ്റ്റർ ഗുപ്ത മാഗിയോട് അല്ലെങ്കിൽ മാഗിയുടെ അമ്മയോട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ മാഗിയുടെ അമ്മ സഡൻലി റിക്കവർ ആവും, രക്ഷപ്പെടും എന്ന് മാഗിക്ക് അറിയാമായിരുന്നു. ദാറ്റ് വാസ് ദ റിക്വസ്റ്റ് മാഗി ഡിഡ് ടു മിസ്റ്റർ ഗുപ്ത. ഇതാണ് മാഗി മിസ്റ്റർ ഗുപ്തയോട് പറഞ്ഞ ആ ഒരു റിക്വസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്ന്, അമ്മ വിശ്വസിച്ചിരുന്നൊരു കാര്യം, മിസ്റ്റർ ഗുപ്ത ആ ഒരു ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
മിസ്റ്റർ ഫ്രാങ്കിനെ കാണാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ വിശ്വസിച്ചിരുന്നത് മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിസ്റ്റൽ റിങ്ങിലൂടെ കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു. മൂന്നാമത്തെ കാര്യം, അമ്മ വളരെ ഇല്ലായിരുന്നു. മിസ്റ്റർ ഗുപ്ത അങ്ങനെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് മിസ്റ്റർ ഗുപ്തയോട് മാഗി റിക്വസ്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ക്രിസ്റ്റൽ റിംഗ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫോർഡ്? എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ റിംഗ് മിസ്സസ് ക്ലിഫോർഡിന് ഇത്രയും സ്പെഷ്യലായിട്ട് മാറിയത്? ക്രിസ്റ്റൽ റിംഗ് വാസ് സെൻഡ് ബൈ ഫ്രാങ്ക് ഫ്രം ഇന്ത്യ. ഒന്നാമത്തെ റീസൺ, ക്രിസ്റ്റൽ റിംഗ് അയച്ചു കൊടുത്തത് ഫ്രാങ്ക് ആണ്, അതും ഇന്ത്യയിൽ നിന്ന്. ഹീ സെഡ് ദാറ്റ് ദ ക്രിസ്റ്റൽ റിംഗ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. അദ്ദേഹം പറഞ്ഞ എന്താണ്? ക്രിസ്റ്റൽ റിംഗ് തനിക്കൊരു യോഗി തന്നതാണ് എന്ന് ഫ്രാങ്ക് പറഞ്ഞു. യോഗി said him that it is a magical one, and if somebody looked into the crystal thinking of a person, he could see that person and what he was doing. യോഗി പറഞ്ഞൊരു കാര്യം, ക്രിസ്റ്റൽ റിംഗ് വളരെ മാജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും ഒരാൾ ക്രിസ്റ്റലിലൂടെ ഒരു മനുഷ്യനെ ചിന്തിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റൽ റിംഗ് മിസ്സസ് ക്ലിഫോർഡിന് സോ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത്, ക്രിസ്റ്റൽ റിംഗ് കൊടുത്തത് ആരാണ് എന്നുള്ളതാണ്. അത് ഫ്രാങ്ക് ആണ് കൊടുത്തത്. അത് എവിടെ നിന്നുള്ളൊരു ക്രിസ്റ്റൽ റിംഗ് ആണ്? ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്റ്റൽ റിംഗ് ആണ്. ആ ക്രിസ്റ്റൽ റിംഗ് ഫ്രാങ്കിന് കൊടുത്തത് ആരാണ്? ഒരു യോഗിയാണ്. ആ യോഗി പറഞ്ഞത് ഈ ക്രിസ്റ്റൽ റിംഗ് ഒരു മാജിക്കൽ വണ്ണാണ്, മാജിക്കൽ പവറുള്ള ഒന്നാണ് ഈ ക്രിസ്റ്റൽ റിംഗ്. ഈ ക്രിസ്റ്റൽ റിംഗിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആരെയും മനസ്സിൽ ചിന്തിക്കുന്ന ആരെയും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കൊണ്ടാണ് അമ്മയ്ക്ക് ഈ ക്രിസ്റ്റൽ റിംഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് ഓർത്തിരിക്കുക. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി അബൌട്ട് ക്രിസ്റ്റൽ റിംഗ് ഓർ മെൻഷൻ അബൌട്ട് പെർട്ടിക്കുലർ സൂപ്പർസ്റ്റിഷ്യസ് ക്രിസ്റ്റൽ റിംഗ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ആൻസറാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ? എന്താണ് മിസ്സസ് ക്ലിഫോർഡിനെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? ആസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് മാഗി, മിസ്റ്റർ ഗുപ്ത ലുക്ക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ്. മാഗിയുടെ റിക്വസ്റ്റ് പ്രകാരം മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കി ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് ലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹീ സോ നത്തിങ് ഇൻ ദ ക്രിസ്റ്റൽ റിംഗ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞു ഫ്രാങ്ക് എലൈവാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒന്നും തന്നെ ക്രിസ്റ്റൽ റിങ്ങിലൂടെ കണ്ടില്ല, എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ദിസ് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ ഫ്രം ഹെർ ഇൽനെസ്. ഇത് മിസ്റ്റർ ക്ലിഫോർഡിനെ തൻ്റെ ഇൽനെസ്സിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ ഗുപ്ത അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനായിട്ടൊരു നാണക്കേടുണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പം ഇതിൻ്റെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. ആസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് മാഗി, മിസ്റ്റർ ഗുപ്ത ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. But Frank had been dead some days when he told her that he was alive and well. പക്ഷേ ഫ്രാങ്ക് കുറച്ച് ദിവസം മുൻപേ മരിച്ചു പോയിരുന്നു. ഇദ്ദേഹം ഫ്രാങ്കിനെ കണ്ടു എന്ന് പറഞ്ഞ ആ ദിവസം, ക്രിസ്റ്റൽ റിങ്ങിലൂടെ ഫ്രാങ്കിനെ കണ്ടു എന്ന് പറഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക് കുറേ മുൻപ് തന്നെ ഫ്രാങ്ക് മരിച്ചു പോയിരുന്നു. മിസ്റ്റർ ഗുപ്ത വാസ് അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ് ബിക്കോസ് ഓഫ് ദിസ്. ഈ ഒരു കള്ളം പറഞ്ഞ ആ ഒരു ചിന്ത കൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയ്ക്ക് മിസ്സസ് ക്ലിഫോർഡിനെ ശരിക്കും ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൻ ടു മാഗി? എന്ത് പ്രോമിസാണ് മാഗിക്ക് കൊടുത്തത്? ആരായിരിക്കും കൊടുത്തത്? മിസ്റ്റർ ഗുപ്തയാണ് അല്ലേ. ദ പ്രോമിസ് ഗിവൻ ടു മാഗി വാസ് ദാറ്റ് മിസ്റ്റർ ഗുപ്ത വുഡ് വിസിറ്റ് ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ അറ്റ് ഫോർട്ട് മൺറോ നിയർ ഥേര ഖസി ഖാൻ വെൻ ഹി ഗോസ് ടു ഇന്ത്യ. എന്തായിരുന്നു ആ പ്രോമിസ്? മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിൽ പോകുമ്പോൾ ഫോർട്ട് മൺറോയുടെ അടുത്തുള്ള തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ് സന്ദർശിക്കാമെന്നുള്ള പ്രോമിസാണ് കൊടുത്തിരുന്നത്. വൈ ഡിഡ് മാഗി ഗീവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? എന്തുകൊണ്ടാണ് മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ഷില്ലിങ് കൊടുത്തത്? മാഗി വാണ്ട്സ് നറേറ്റർ ടു പ്ലേസ് സം ഫ്ലവേഴ്സ് ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് വെൻ ഹി ഗോസ് ടു ഇന്ത്യ. ഇന്ത്യയിൽ പോകുമ്പോൾ തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ കുറച്ച് ഫ്ലവേഴ്സ് വെക്കണമെന്ന് മാഗിക്ക് ആഗ്രഹം. ഇറ്റ് വാസ് the custom of them to place flowers to the grave. That is why Maggie gave a shilling to Mr. Gupta to buy flowers and place them on her brother's grave at Fort Monroe near Dhera Khasi Khan, India. അപ്പം അവരുടെ ഒരു ആചാരം, അവരുടെ ഒരു കസ്റ്റമാണ് ഗ്രേവിൽ ശരിക്കും ഫ്ലവേഴ്സ് വെക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ഷില്ലിങ് കൊടുത്തത്, ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് ഈ ഒരു ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മിസ്റ്റർ ഗുപ്ത ആക്സെപ്റ്റഡ് ദ ഷില്ലിംഗ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത ആ ഷില്ലിംഗ് അക്സെപ്റ്റ് ചെയ്തത്? ഓക്കെ, ഷില്ലിംഗ് മീൻസ് അവരുടെ മണിയാണ്. അപ്പം ആ ഒരു നമ്മൾ റുപ്പീസ് എന്ന് പറയില്ലേ, അതുപോലുള്ള അവരുടെ ആ ഒരു മണിയാണ് ഷില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്? Mr. Gupta wanted to give back the shilling to Maggie, telling her that there were plenty of flowers in India. മിസ്റ്റർ ഗുപ്തയ്ക്ക് ഷില്ലിങ് തിരികെ കൊടുത്തിട്ട് മാഗിയോട് പറയണമെന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെന്ന്. ഹീ കുഡ് ഗെറ്റ് സം ഫ്ലവേഴ്സ് ഫ്രീ ദെയർ ടു പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. അദ്ദേഹത്തിന് കുറച്ച് ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വരെ കിട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രേവിൽ. അതായത് മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും മാഗിയുടെയും ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള, അതായത് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മകനും മാഗിയുടെ ബ്രദറുമായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ഗ്രേവിൽ ഫ്ലവേഴ്സിന് വേണമെങ്കിലും വളരെ ഫ്രീ ആയിട്ട് വേണമെങ്കിലും വാങ്ങി അദ്ദേഹത്തിന് വെക്കുവാനായിട്ട് സാധിക്കും. But this would deny the girl of the joy of sacrifice she was making for her dead brother. പക്ഷേ ഇത് ആ കുട്ടിക്ക് ജോയ് ഓഫ് സാക്രിഫൈസ്, അതായത് തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലേക്ക് ഫ്ലവേഴ്സ് വെക്കുന്നു, അതുവഴി അവൾക്കുണ്ടാവുന്ന ആ ഒരു അതിൻ്റെ സന്തോഷം എന്നൊരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും അവളുടെ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് അങ്ങനെ ഫ്രീ ആയിട്ട് പൂക്കൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് കിട്ടില്ല. സോ മിസ്റ്റർ ഗുപ്ത ആക്സെപ്റ്റ് ദ ഷില്ലിംഗ്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്, ആ ജോയ് ഓഫ് സാക്രിഫൈസിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ഗുപ്ത ആ ഷില്ലിംഗ് ആക്സെപ്റ്റ് ചെയ്തത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ: ഇന്ത്യയിൽ പ്ലെൻറ്റി ഓഫ് ഫ്ലവേഴ്സ് കിട്ടും, വേണമെങ്കിൽ ഹീ കുഡ് ഗെറ്റ് സം ഫ്ലവേഴ്സ് ഫ്രീ ദെയർ ടു പ്ലേസ് ദം ഓൺ ദ ബ്രദേഴ്സ് ഗ്രേവ്. ആ ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കാൻ ചില ഫ്ലവേഴ്സ് ചിലപ്പോൾ ഫ്രീ ആയിട്ട് വരെ ഇദ്ദേഹത്തിന് കിട്ടും. ബട്ട് ദിസ് വുഡ് ഡിനൈ മാഗീസ് ജോയ് ഓഫ് സാക്രിഫൈസ്. അങ്ങനെ എന്താണ് ആ ഒരു സാക്രിഫൈസ് എന്നുള്ള ആ ഒരു കാര്യം, അതായത് ആ ഫ്ലവേഴ്സ് സ്വന്തമായിട്ട് അധ്വാനിച്ച ക്യാഷ് കൊണ്ട് ഫ്ലവേഴ്സ് വാങ്ങിച്ച് ബ്രദറിൻ്റെ ഗ്രേവിൽ വെക്കുമ്പോൾ ആ ഒരു ആത്മസംതൃപ്തി, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങിച്ചു വെച്ചാൽ ഒരിക്കലും മാഗിക്ക് കിട്ടില്ല. ആ ഒരൊറ്റ ചിന്തയുള്ളത് കൊണ്ട് മാത്രമാണ് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ കയ്യിൽ നിന്ന് ആ ഷില്ലിങ് ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീർന്നു. ആൻഡ് നമുക്കിനി ആക്ടിവിറ്റി സെഷൻ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റി സെഷൻ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.